പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കാൻ സാധിച്ചതിൽ കർത്താവായ യേശുവിനും അമ്മയുടെ മാധ്യസ്ഥനും ആയിരം നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജിബിൻ. ഞാൻ തലശ്ശേരി രൂപതയിലെ വായാട്ടുപറമ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 10 ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 13 വർഷമായിട്ട് വിദേശത്തേക്ക് ഒരു ജോലിക്ക് ശ്രമിക്കുന്ന ആളാണ്. ഞാൻ 2010 കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നല്ലൊരു അധ്യാപകന ജോലി വന്നു. അപ്പം എൻ്റെ പേരൻസൊക്കെ ടീച്ചേഴ്സാണ്. അവർക്ക് ഞാനൊരു അധ്യാപകനായി തുടരണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ അന്ന് എനിക്ക് ഒരു വിദേശത്ത് ഒരു കോഴ്സ് പോയി പഠിക്കണം, അവിടെ ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. അവസാനം എൻ്റെ ആഗ്രഹത്തെ മാനിച്ച് എൻ്റെ വീട്ടുകാർ എനിക്ക് സപ്പോർട്ട് തന്ന് ഞാൻ IELTS പഠിച്ച് ഞാൻ കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു. അന്ന് കാനഡയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ വളരെ വിരളമായ ഒരു സംഭവമാണ്. കാരണം നമുക്കൊരു ബാങ്കിൽ നിന്ന് ലോൺ പോലും കിട്ടില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും റെഡിയായി, കാനഡയ്ക്ക് പോകാനുള്ള ഇതെല്ലാം റെഡിയായി, കോഴ്സ് എടുത്ത് പോകാനുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ ലാസ്റ്റ് നിമിഷം വിസ റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ അത് ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. എന്നിരുന്നാലും അവരത് പറഞ്ഞിരുന്നില്ല. അവർ വീണ്ടും അപ്പീൽ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു, വീണ്ടും തള്ളിപ്പോയി. അതിനുശേഷം 1.5 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും വേറൊരു ഏജൻറ്റ് വഴി അപ്ലൈ ചെയ്തു. പക്ഷേ ആ ഏജൻറ്റ് എന്നെ പറ്റിച്ച് അന്ന് 6.5 ലക്ഷം രൂപയും കൊണ്ട് പോയി. പിന്നീട് ആ ഏജൻറ്റിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. എൻ്റെ കസിൻ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ട ഇതായിരുന്നു. പക്ഷേ അവരെല്ലാവരും കൈമാറി. അതിനുശേഷം എൻ്റെ കല്യാണം നടന്നപ്പോഴും വൈഫ് പലപ്പോഴും IELTS കാര്യങ്ങളൊക്കെ എഴുതാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും മുടങ്ങിപ്പോകുന്ന അവസ്ഥയിലായി. അങ്ങനെ ഞങ്ങൾ നിലവിൽ ഞാൻ മാത്രം ഒരു ജോലിയിൽ തുടർന്നു. ഞങ്ങൾക്ക് കുട്ടികളുണ്ടായി. മുന്നോട്ട് ട്രൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. 2019 ഞാൻ നിലവിൽ ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് IELTS പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്രതീക്ഷിതമായി കൊറോണ വന്ന് അതും എനിക്ക് മുടങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, ഞങ്ങൾക്കൊരു നല്ല ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താനും കാര്യങ്ങളൊക്കെ തുടങ്ങി. കാരണം ഞങ്ങൾ ആ ഒരു അവസ്ഥയിലോട്ട് തള്ളപ്പെട്ട് പോയിരുന്നു. കാരണം ജോലി കിട്ടാഞ്ഞിട്ടല്ല, ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് വൈഫിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ജോലി കിട്ടി. അതിനകത്തും ചില തടസ്സങ്ങൾ കാരണം ചേരാൻ പറ്റിയില്ല. അങ്ങനെ മൊത്തത്തിൽ തടസ്സത്തിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ 2022 വൈഫ് IELTS എഴുതി സ്കോർ കിട്ടി. ഞങ്ങൾ കേരളത്തിൽ തന്നെ ഏറ്റവും റെപ്യൂട്ടഡായ ഏജൻസിയെ സമീപിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ സ്കോർ കൊണ്ട് ധാരാളം 1 വർഷത്തിനുള്ളിൽ കാനഡയിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രോസസ്സ് തുടങ്ങി. 1 വർഷം കഴിഞ്ഞിട്ടും ഇതിന് മാറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ഞങ്ങൾ 2023 മെയ് 10 ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചത്. ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ധാരാളം ആശങ്കയുള്ള വ്യക്തിയായിരുന്നു. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു ധാരണ ഇല്ലായിരുന്നു. കാരണം ഞാനും വൈഫും, ഞങ്ങൾക്ക് ചെറിയ 3 കുട്ടികളുണ്ട്. ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് എറണാകുളത്താണ് താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോയി. അങ്ങനെ ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോയെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിൽ ഉടമ്പടിയുടെ നിയമങ്ങളൊന്നും പാലിക്കാൻ പറ്റിയിരുന്നില്ല. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൊന്നും പങ്കെടുത്തിരുന്നില്ല. അതുപോലെ കാരുണ്യ പ്രവർത്തനത്തിലൊക്കെ വളരെ പുറകോട്ടായിരുന്നു. പത്രം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഭയങ്കര ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏകദേശം 3 മാസത്തോളം കഴിഞ്ഞു. അപ്പോൾ ഉടമ്പടി പുതുക്കുന്ന സമയമായപ്പോൾ അറിയാൻ പറ്റി ജോസഫ് അച്ഛനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന്. ഒരു ദിവസം ഇവിടെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. അപ്പം അച്ഛൻ ഞങ്ങളെ കണ്ടപാടെ ചോദിച്ചു, ബാക്കിയുള്ളവർ എന്തിയെന്ന് ചോദിച്ചു. ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ പിള്ളേർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഓടിക്കളിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, അവരെയും കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ ഫാമിലി ഫോട്ടോ കൊടുത്തു. അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ശരി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇറങ്ങിപ്പോയെങ്കിലും ഞങ്ങളിവിടെ നിന്നു. അപ്പോൾ അച്ഛനവിടെ ഇരുന്ന് അച്ഛൻ എഴുന്നേറ്റ് വന്ന് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചു ഡേറ്റ് എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, തോളയിൽ വൈഫിൻ്റെ കവിളയെ തട്ടിയിട്ട് പറഞ്ഞു, പൊക്കോ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ മുന്നോട്ട് പോയെങ്കിലും അതിനകത്ത് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വൈഫിന് അന്നേരത്തേക്ക് ഉടമ്പടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. വൈഫ് പറഞ്ഞു, ഈ ഉടമ്പടി എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ തുടങ്ങി. പക്ഷേ ഞാൻ ആ സമയത്ത് പൂർവാധിക ശക്തിയോടെ ഉടമ്പടിയുടെ നിയമങ്ങൾ പാലിക്കാൻ ശ്രദ്ധിച്ചു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ബൈബിൾ വായിക്കുക, ഉടമ്പടി ധ്യാനം മുടക്കാതെ കൂടുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അതേസമയം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലോട്ടുള്ള ദുരിതങ്ങളുടെ അളവ് വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും. ഞാൻ കൃപാസനത്തിൽ വന്നാൽ അന്ന് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന രീതിയിലോട്ട് വരാൻ തുടങ്ങി. വണ്ടി ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ടായില്ല. വൈഫിൻ്റെ കാലിൽ വളരെ പൊള്ളലേറ്റു, കാര്യങ്ങളൊക്കെ പോയി. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു.
ഞാനിവിടെ കൃപാസന ജപമാല റാലിയിൽ വന്ന് പങ്കെടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഓഫീസിൽ ചെന്നപ്പോൾ എനിക്ക് മെയിൽ വന്ന് കിടപ്പുണ്ട് എൻ്റെ സാലറി കൂടി എന്നുള്ളത്. അങ്ങനെ മുന്നോട്ട് പോയി ഏജൻസിയിൽ നിന്ന് പറഞ്ഞു ഇനി കാനഡയ്ക്ക് IELTS കാലാവധി കഴിയാറായി, ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന്. അപ്പം ഞങ്ങൾ ഭയങ്കരധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അവിചാരിതമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനിടയായി. പുള്ളിയും കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ആളാണ്. പുള്ളി പറഞ്ഞു ഞാൻ അയർലൻഡിന് ഒന്ന് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്, നിങ്ങൾക്ക് ധാരാളം ചതിവുകൾ പറ്റിയതുകൊണ്ട് എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങളെ സഹായിക്കുകയുള്ളൂ. ഞാൻ സഹായിക്കുവാണെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തുകൊണ്ടാണ് നിങ്ങളെ സഹായിച്ചത്, നിങ്ങളും അതുപോലെ മറ്റുള്ളവർക്ക് ഈ വഴി കാണിച്ചു കൊടുക്കണമെന്നും വേറൊന്നും വേണ്ട, ഇത് ചെയ്തു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അദ്ദേഹം തന്ന അഡ്രസ്സിൽ ഞങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ അയർലൻഡിലുള്ള കേസ് തുടങ്ങി, അറ്റൻഡ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ മെയ് ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പൊതുവെ ഒരു ധാരണയുണ്ട്, ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എക്സാം ക്വാളിഫൈ ചെയ്ത് മുന്നോട്ട് പ്രോസസ്സിങ് തുടങ്ങാമെന്ന്. അവരിതിൻ്റെ മുന്നോടിയായിട്ട് പല പ്രാവശ്യം ലിങ്കുകൾ അയച്ചു തന്ന് എല്ലാം ചെയ്തു. സൂം മീറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ 2 ദിവസം പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് മാത്രം ലിങ്ക് വരുന്നില്ല. അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത 9 പേരിൽ 8 പേർക്കും പാസ്സായി മുന്നോട്ട് പോയി. പക്ഷേ ഞങ്ങൾക്ക് ലിങ്ക് വന്നപ്പോഴത്തേനും ഇൻ്റർവ്യൂ സമയം കഴിഞ്ഞ് ആൾ പോയിരുന്നു. പിന്നീട് നോർമൽ രീതിയിൽ 2 മാസം കഴിഞ്ഞാണ് ഇൻ്റർവ്യൂ വരേണ്ടത്. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും അപ്രതീക്ഷിതമായിട്ടൊരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവറെ വളരെ ടഫായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം 12 പേരെ ഇൻ്റർവ്യൂ നടത്തിയപ്പം പുള്ളി ആകെ 2 പേരെ സെലക്ട് ചെയ്തുള്ളൂ. ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ച് ഒരുങ്ങി കൃപാസന മാതാവിൻ്റെ കാശുരൂപം ഞാൻ കയ്യിൽ പിടിച്ച് ഞാൻ മുറിയിൽ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വൈഫ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തീരേണ്ട ഇൻ്റർവ്യൂ വളരെയധികം നീണ്ടുപോയി. അപ്രതീക്ഷിതമായിട്ട് പല ക്വസ്റ്റ്യൻസും ചോദിച്ചു. അതിനുശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞു, റിസൾട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. നോർമൽ രീതിയിൽ 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരേണ്ടതാണ്. പക്ഷേ ഒരാഴ്ചയായിട്ടും റിസൾട്ട് വരുന്നില്ല. ഞങ്ങളപ്പോൾ ഏകദേശം ഞങ്ങളുടെ മനസ്സിലോട്ട് വന്നു ഈ ഇൻ്റർവ്യൂ ഫെയിലായി എന്നുള്ളത്. പക്ഷേ പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ വൈഫിൻ്റെ പേരും സെലക്ട് ചെയ്തു. ഞങ്ങൾ മുന്നോട്ട് വളരെയധികം സ്പീഡിലെ പ്രോസസ്സിങ് കാര്യങ്ങളും നടന്നു. അയർലൻഡിന് വിസ അപ്ലൈ ചെയ്തു. പക്ഷേ അവിടെയും കാലതാമസം വളരെയധികം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. നോർമലി ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാകത്തില്ല. വളരെ പേരുണ്ടെങ്കിൽ 1-2 പേർക്ക് വരുള്ളൂ. അപ്പോൾ വൈഫിൻ്റെ കൂടത്തിൽ തന്നെ അപ്ലൈ ചെയ്ത ഒരാൾക്ക് വന്നു. പുള്ളിയോട് ജസ്റ്റ് എന്താണ് വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് ചോദിച്ചു, ഓക്കെ പറഞ്ഞു വെച്ചു. പിറ്റേ ദിവസം തന്നെ പുള്ളിക്ക് പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്തിരുന്നു പറഞ്ഞ് മെസ്സേജ് വന്നു. 4-ാം തീയതി ഞങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞു ഇവിടെ പൈസയായി ബന്ധപ്പെട്ട് ഒരാൾക്കൊരു ജോലിയുടെ ഇഷ്യൂ വരുന്നുണ്ട്, പക്ഷേ ആളുടെ ജോലിയെ ബാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഞങ്ങളെക്കുറിച്ചാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. വൈഫിന് അന്ന് ഉടമ്പടി ധ്യാനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിറ്റേ ദിവസം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് ഇൻ്റർവ്യൂ വന്ന് ചോദിച്ചു, ജോലിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും പൈസ കാര്യങ്ങൾ കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വർക്ക് പെർമിറ്റും മറ്റും പൈസ കൊടുത്തിരുന്നു. പക്ഷേ വൈഫിന് അതിനെക്കുറിച്ച് ധാരണയില്ല. വൈഫ് പറഞ്ഞു ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആൾക്ക് ഡൗട്ട് തോന്നി. പുള്ളി പറഞ്ഞു ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞ് അവരൊരു മെയിൽ അഡ്രസ്സ് വന്നിട്ട് പറഞ്ഞു ഇതിനകത്തോടെ എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് അയക്കണം എന്ന് പറഞ്ഞു. ഞാനന്ന് സ്ഥലത്തുണ്ടാകേണ്ട ആളല്ല, പക്ഷേ അന്ന് എന്തോ തുടങ്ങി ദൈവം തോന്നിക്കുന്നുണ്ടായിരുന്നു ഇവിടെ സ്ഥലത്ത് കാണണമെന്ന്. ഞങ്ങളത് പലരോടും വിളിച്ച് ചോദിച്ചു. അപ്പോൾ ആരും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇതുവരെയും ചോദിച്ചായിട്ട് അറിയില്ല. ഇത് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ആൾക്കൊന്നും അറിയില്ല. അപ്പം നമ്മൾ അവസാനം ആളോട് ചോദിച്ച് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് വർക്ക് പെർമിറ്റിന് കൊടുത്ത റീഫണ്ടബിൾ ആയിട്ടുള്ള പൈസയുടെ ഇത് അയച്ചു കൊടുത്തു. അപ്പം നമ്മൾ വീണ്ടും ഒരു വിളി പ്രതീക്ഷിക്കുന്നില്ല. 2 മണിക്കൂറിനുള്ളിൽ അടുത്ത ആൾ വീണ്ടും എംബസിയിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നോ, നിങ്ങൾ ഈ പൈസയെ കൊടുത്തിട്ടുള്ളോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഈ പൈസയെ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിസയുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഇതൊരു റീസണല്ല, റീസണിൻ്റെ പേരിൽ ഇത് തള്ളിപ്പോകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഈ സംഭവങ്ങൾ നടക്കുന്ന 3-4 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ കൊന്ത ചെല്ലുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ഉടമ്പടി ഉപവാസം എടുക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തു. അപ്പോൾ നമ്മൾ ബൈബിൾ തുടങ്ങി പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ ദാവീദിൻ്റെ വിജയഗീതങ്ങളാണ് വന്നത്. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു ഇത് യാതൊരു കാരണവശാലും ബാധിക്കില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നമുക്ക് മെസ്സേജ് വന്നു നിങ്ങളുടെ വിസ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ മാർഗ്ഗമുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ട് സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അപ്രൂവ്ഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങളെ ഇന്നലെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഇത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കേസുകളിൽ വിസ
നമുക്ക് അനുവദിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം മാതാവിൻ്റെ മധ്യസ്ഥ പ്രകാരം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് കിട്ടിയത്. ഇതിന് ശേഷവും ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നില്ല. ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു വൈഫ് ഉടമ്പടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഈ വർഷം കൃപാസന ജപമാല റാലി നടക്കുന്നതിന് മുമ്പ് വൈഫ് ഇങ്ങനെ ഇതിൽ പങ്കെടുക്കണോ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം അതിൻ്റെ ആൾ പറഞ്ഞു, നിങ്ങളുടെ വിസയെല്ലാം ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പോകാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ വൈഫിനാണെങ്കിലൊരു വിശ്വാസം വന്നു, ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന്. പിറ്റേ ദിവസം വന്ന് പങ്കെടുത്തു. പക്ഷേ അതന്ന് ഇത് റെഡി ആയിട്ടില്ല. അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്ത് തിരിച്ചു പോയി. അതിനുശേഷം വൈഫ് പോകാൻ റെഡിയാകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തമ്മിലൊരു കൺഫ്യൂഷനായി. കുടുംബത്തിൽ ഒരാൾ ഉടമ്പടി എടുത്താൽ മതിയല്ലോ, രണ്ടുപേരും വേണ്ടല്ലോ എന്ന്. പക്ഷേ ഞങ്ങളത് ആലോചിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ സംശയിച്ചാണ് രണ്ടുപേരും, ഞാൻ ഉടമ്പടി പുതുക്കുകയും ചെയ്യണം, വൈഫ് പുതിയതായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്യണം, സംശയിച്ചാണ് വന്നത്. ഞങ്ങളിങ്ങോട്ട് കയറി വരുന്ന പാടെ രാവിലെ 5:45 ഞങ്ങളുടെ മൂക്കിലോട്ട് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം കയറി വന്നു. അപ്പം വൈഫ് പറഞ്ഞു ഇത് ഇവിടെ വേറെന്തെങ്കിലും ആയിരിക്കുമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അതിലേക്കൂടെ ഒരു 10-15 മിനിറ്റ് പല സ്ഥലത്തൂടെ നടന്ന് നോക്കിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം അങ്ങനെ വൈഫും കൂടെ കൂടുതൽ ശക്തിയോടെ വിശ്വാസത്തിലോട്ട് വന്നു. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഈ തടസ്സങ്ങൾ നേരിട്ടുന്ന സമയത്തൊക്കെ ഒരിക്കൽ ഞാൻ ജോസഫച്ചനെ സ്വപ്നം കണ്ടു. ജോസഫച്ചൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് 24/7 ഇങ്ങനെ 2 ഡേറ്റുകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഈ സമയത്തിന് നിങ്ങൾ പുറത്തോട്ട് പോകും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനോ കാര്യങ്ങൾക്കോ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ കടുത്ത പനി പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ രാത്രിയിൽ കൃപാസന മാതാവ് വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പലപ്പോഴും മുല്ലപ്പൂവിൻ്റെ മണം പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഉടമ്പടി ജീവിതത്തിനിടയ്ക്ക് ഇത് പാലിക്കാൻ വളരെയധികം കഷ്ടപ്പാടുകൾ പല സമയത്തും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യകാലങ്ങളിൽ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നീട് ജോസഫച്ചൻ എന്നും ഉടമ്പടി ധ്യാനത്തിൽ പറയും നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറയും. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു കുഴുക്കുവഴിയായിരുന്നു. ഞാനൊരു പുതിയ ഫേസ്ബുക്ക് പേജ് ഷെയർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്കതൊരു ധൈര്യമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ചെയ്തത്. പക്ഷേ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും വാട്സപ്പിൽ രാവിലെ എഴുന്നേറ്റ് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും എല്ലാ ലിങ്കുകളും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങി. പത്രങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയോടെ കൊടുക്കാനും കാര്യങ്ങളെല്ലാം തുടങ്ങി. അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യകാലങ്ങളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും കാര്യങ്ങളിലൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം നിലവിൽ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഫുഡ് കൊടുക്കാൻ നമുക്ക് പെർമിഷനില്ല, സംഘടന വഴിയേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് ആവശ്യപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു ധാരാളം ഇവിടെ ഫുഡ് വരുന്നുണ്ട്, നിങ്ങൾ കൊടുക്കുന്ന ഫുഡൊക്കെ വേസ്റ്റ് ആക്കുക എന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് നിർത്തി ഓരോ മാസവും ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് പൈസ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാറുണ്ട്. അത് കൂടുതൽ അർഹതപ്പെട്ട ആളുകളെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുക കാര്യങ്ങൾ ആണ് ചെയ്തത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഈ 13 വർഷം നോക്കിയിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് നടന്നത്. അതുപോലെ തന്നെ ഒരിടയ്ക്ക് ഞാൻ ഉടമ്പടി 3 തവണ പുതുക്കി. 4ാം തവണ പുതുക്കി കഴിയുമ്പോൾ നമുക്ക് സിൽവർ ഉടമ്പടിയിലേക്ക് കിടക്കണം. അപ്പം ജോസഫച്ചന് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ യോഗ്യതയില്ലാത്ത പലരും ആണ് വന്നെടുക്കുന്നതെന്ന്. അപ്പോൾ എനിക്കും മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, എനിക്കതിനുള്ള യോഗ്യതയില്ല, പക്ഷേ ഉടമ്പടി പുതുക്കാതിരിക്കാനും വയ്യ. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഉടമ്പടിയുടെ പത്രം മെഴുകുതിരി എല്ലാം എടുത്ത് വണ്ടിയെ വെച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പത്രം കാണാനില്ല. അപ്പോൾ എനിക്ക് മുന്നോട്ട് ഇത് ഒരു കാരണവശാലും പുതുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ 1-2 ആഴ്ച വെയിറ്റ് ചെയ്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ നന്നായിട്ട് ഒന്ന് ഒരുങ്ങാൻ പോവാണ്, ഒരുങ്ങിയിട്ട് ശേഷം മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി. ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ ആ ഉടമ്പടി പേപ്പർ കിട്ടി. കാരണം അത് ഉള്ളിലോട്ട് കയറി കിടക്കുമായിരുന്നു. അപ്പം എനിക്ക് 2ാമത് ഉടമ്പടി എടുത്തതോടുകൂടി എനിക്ക് കൂടുതൽ വിശ്വാസത്തോടെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഞാനിപ്പോൾ ധാരാളം ആളുകളെ കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൃപാസന മാതാവ് നമ്മുടെയോട് കൂടെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി ബ്രെഡ് എന്ന പ്രാർത്ഥനയുണ്ട്. ഞാനത് രാവിലെ കറക്റ്റ് സമയത്ത് തന്നെ കൂടി ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഫേസ്ബുക്കിലേക്കും ഷെയർ ചെയ്തതിന് ശേഷമേ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോകാറുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ജീവിതത്തിൽ വളരെയധികം ടെൻഷനുള്ള വ്യക്തിയായിരുന്നു. ഇപ്പം ഞാൻ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും ഞാൻ കർത്താവിൻ്റെ നാമത്തിലും അമ്മ കൃപാസനം മാതാവിൻ്റെ മധ്യസ്ഥതയിലും ഏൽപ്പിച്ചു കൊടുത്തിട്ടേ പോകാറുള്ളൂ. എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നടക്കാറുണ്ട്. ടെൻഷൻ എന്ന് പറഞ്ഞ അവസ്ഥ എനിക്ക് ജീവിതത്തിൽ ഇല്ല.
അതുപോലെ തന്നെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് വരുന്ന എല്ലാ പ്രതിസന്ധികളിലും വരുമ്പോൾ ഞാൻ ടെൻഷൻ അടിക്കുന്നതിന് പകരം ഒരു കൊന്ത ചൊല്ലി തീർക്കുവാണ്. അതും ജീവിതത്തിൽ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ വൈഫ് മാത്രമാണ് പോകുന്നത്. അധികം താമസിക്കാതെ എനിക്കും കുട്ടികൾക്കും കൂടി പോകാൻ പറ്റും. ഇവിടെ വന്ന ഒരു സാക്ഷ്യം കൂടി പറയാൻ പറ്റുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിയമാവർത്തന പുസ്തകം 31:8. കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ നിരാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ജിബിൻ ടോം എന്ന ഈ സഹോദരൻ ജീവിത പങ്കാളിയോടൊപ്പം കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഭവങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൻ പറയുന്നുണ്ട്, 13 വർഷമായി കാനഡയിൽ പോകുവാൻ വേണ്ടി നടത്തിയ വലിയ പരിശ്രമങ്ങൾ, ഒത്തിരി പണത്തിൻ്റെ നഷ്ടം, ആ സാമ്പത്തികമായ വലിയ ഞെരുക്കങ്ങളിലേക്ക് കുടുംബം പെട്ടെന്ന് മാറിപ്പോയത്, ലഭിച്ച ജോലി വേണ്ടെന്ന് വെച്ച് വിദേശത്ത് പോകുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്, എല്ലാ കാര്യങ്ങളിലും വലിയ തടസ്സവും മുന്നോട്ട് പോകുവാനാവാത്തത്ര സാഹചര്യങ്ങളും ഉരുത്തിരിയുമ്പോഴാണ് 2023 വന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടി ആദ്യമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ശരിയായ ഡയറക്ഷൻ, നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. പോകേണ്ട വഴികൾ കൃത്യമായി സൂചിപ്പിച്ച് കിട്ടുന്നു. മറ്റൊരു വ്യക്തിയിലൂടെ കാനഡയിൽ നിന്നും അയർലൻഡിലേക്ക് വിസ പ്രോസസ്സ് നടത്തുന്നതിനുള്ള വഴികൾ തെളിച്ചു കൊടുക്കുന്നു. അതിൻ്റെ ഇൻ്റർവ്യൂ ഏറെ പ്രയാസമുള്ളൊരു വ്യക്തിയാണ് നടത്തിയതെങ്കിൽ കൂടിയും നിസ്സാരമായി ജയിച്ചു കയറുന്നതിനുള്ള വഴികളൊക്കെ തുറന്നു കൊടുക്കുന്നു. ഓരോ പ്രതിസന്ധിയുടെ അവസരത്തിലും പരിശുദ്ധമ്മയുടെ സവിശേഷമായ ഇടപെടലും സംരക്ഷണവും കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരുന്നതിനെ മകനിവിടെ ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറയുന്നു, ഉടമ്പടിയിലായിരുന്ന ജീവിത പങ്കാളി കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരുന്ന കാലത്ത് ഉടമ്പടിയിൽ നിന്ന് പിന്നോക്കം പോവുകയും പ്രാർത്ഥനകൾ കുറയ്ക്കുകയും ചെയ്തപ്പോൾ ഞാൻ അതിൽ കൂടുതൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും ഉടമ്പടിയുടെ ഓരോ കാര്യവും നല്ല വിശ്വസ്തതയിൽ ചെയ്യുവാൻ ഞാൻ ആരംഭിക്കുകയും ചെയ്തു. സ്വന്തമായി മറ്റൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന, സുവിശേഷത്തെ പ്രചരിപ്പിക്കുന്ന എല്ലാ പ്രവൃത്തികളിലേക്ക് ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരുന്നുവെന്ന്. നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും അവിടുന്ന് നമ്മുടെ കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ മനോഭാവങ്ങളെ അവിടുന്ന് തിരിച്ചറിയുന്നുണ്ട്. നാം എങ്ങനെ ദൈവത്തോട് ഇടപെടുന്നു, അമ്മ മാതാവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ വ്യാപരിക്കുന്നു, അതിനനുസരിച്ച് അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കും, കൂടുതൽ ക്ലേശങ്ങൾ മാറ്റിത്തരും, കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. സഹോദരിയും ജീവിത പങ്കാളിയും ആവർത്തിക്കുന്നുണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ, വെരിഫിക്കേഷന് വേണ്ടി വരുമ്പോൾ ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെയും, മറ്റുള്ളവരോട് ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെയും ചോദിക്കുന്നു. സാമ്പത്തിക വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് വിസ പോലും റിജക്റ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാകുമോ എന്ന് സംശയിക്കുന്നു. അവിടെയൊക്കെയും അമ്മ മാതാവിൻ്റെ സന്നിധിയിലിരുന്ന ജപമാല ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, അമ്മ മാതാവ് മാത്രം ആശ്രയമെന്ന ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി ജീവിതത്തെ നയിക്കുന്നതനുസരിച്ച് അമ്മ മാതാവ് എല്ലാ ക്ലേശങ്ങളെയും തടസ്സങ്ങളെയും മാറ്റിക്കൊടുത്തുവെന്ന വലിയ സന്തോഷത്തോടു കൂടി ജീവിതം കടന്നുപോയ ദുരിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും മാറിക്കിട്ടിയതിൻ്റെ സന്തോഷത്തോടു കൂടി അമ്മ മാതാവ് ഉടമ്പടി ജീവിതത്തെ അനുഗ്രഹിക്കുകയും അനുവദിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ സന്തോഷത്തോടു കൂടി വിദേശത്തേക്കുള്ള യാത്രയ്ക്കുള്ള വഴി തുറന്നു കിട്ടിയതിൻ്റെ നന്ദിയോടുകൂടി ഈ കുടുംബം അമ്മയുടെ തിരുസന്നിധിയിൽ നന്ദി പറയുന്നു. നമ്മുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ, എത്ര ക്ലേശമുള്ളതും എത്ര പഴക്കമുള്ളതും എത്ര കണ്ട് കുഴഞ്ഞു മറിഞ്ഞതുമാണെങ്കിലും അവയെ അമ്മ മാതാവ് തിരുക്കുമാരന് കൊടുത്ത വേഗത്തിൽ നമുക്ക് പരിഹരിച്ചു തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി കരങ്ങളടിച്ച് ഈ മക്കളുടെ സാക്ഷ്യത്തെ അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം.